നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അടുത്ത ദിവസം യോഹന്നാൻ തന്റെ ശിഷ്യന്മാരിൽ രണ്ടുപേരോടും കൂടെ നിൽക്കുമ്പോൾ ഈശോ നടന്നു വരുന്നത് കണ്ട് പറഞ്ഞു, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്. അവൻ പറഞ്ഞത് കേട്ട രണ്ട് ശിഷ്യന്മാർ ഈശോയെ അനുഗമിച്ചു. ഈശോ തിരിഞ്ഞ് അവർ തന്നെ പിന്നാലെ വരുന്നത് കണ്ട് ചോദിച്ചു, നിങ്ങൾ എന്തന്വേഷിക്കുന്നു? അവർ ചോദിച്ചു, റബ്ബി, ഗുരു എന്നാണ് ഇതിനർത്ഥം. അങ്ങ് എവിടെയാണ് വസിക്കുന്നത്? അവൻ പറഞ്ഞു, വന്ന് കാണുക. അവർ ചെന്ന് അവൻ വസിക്കുന്നിടം കാണുകയും അന്ന് അവനോടുകൂടെ താമസിക്കുകയും ചെയ്തു. ഇപ്പോൾ ഏകദേശം 10 മണിക്കൂറായിരുന്നു. യോഹന്നാൻ പറഞ്ഞത് കേട്ട് അവനെ അനുഗമിച്ച രണ്ടുപേരൊരുവൻ ശിമിയോൻ പത്രോസിന്റെ സഹോദരൻ അന്ത്രയോസ് ആയിരുന്നു. അവൻ ആദ്യമേ തന്റെ സഹോദരനായ ശിമിയോനെ കണ്ട് അവനോട്, ഞങ്ങൾ മിശിഹായ ക്രിസ്തുവിനെ കണ്ടു എന്ന് പറഞ്ഞു. അവനെ ഈശോയുടെ അടുത്ത് കൊണ്ടുവന്നു. ഈശോ അവനെ നോക്കി പറഞ്ഞു, യോഹന്നാന്റെ പുത്രനായ ശിമിയോനാണ്. കേപ്പാ, പാറ എന്ന് നീ വിളിക്കപ്പെടും. ദൈവതിരുനാമത്തിന് സ്തുതിയുണ്ടായിരിക്കട്ടെ. മിശിഹായിൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും കൃപ നിറയപ്പെടുന്ന തിരുനാളിൻ്റെ മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ നേർന്നുകൊള്ളുകയാണ്. നമ്മൾ തിരുനാളിലേക്ക് അടുത്ത് വരികയാണ്. അടുത്ത ആഴ്ചയല്ലേ, 9-ാം തീയതി. നമുക്ക് എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? സുഖമല്ലേ? നിങ്ങൾ ഉറങ്ങുവാണോ? അതോ സ്വരമൊന്നും ഇല്ലാത്തോ? എല്ലാവർക്കും സുഖമാണോ? നമ്മൾ വായിച്ച് കേട്ടത് ഈശോ ആദ്യ ശിഷ്യന്മാരെ വിളിക്കുന്ന രംഗമാണ് വായിച്ച് കേട്ടത്. നമ്മൾ തിരുനാളിലായിരിക്കുന്ന തിരുകൃപത്തെ പറ്റിയും പറയണം. നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കുകയും നമ്മളെ ഉള്ളിൽ നമ്മളിങ്ങനെ സൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരു രൂപമാണ് ഇവിടെ ഉള്ളത്. ഈ തിരുകുടുംബത്തിൻ്റെ രൂപത്തിന് ഒരു പ്രത്യേക സൗന്ദര്യമുണ്ട്. ഞാൻ കുറേ ആസ്വദിച്ചിട്ടുള്ള ആളാണ്, എനിക്കത് പറയാം. ഒരു പ്രത്യേക സൗന്ദര്യമുണ്ട്. അത് ആ കൂടാരത്തിന് പോലും ഉണ്ട് വളരെ സൗന്ദര്യം. അവരുടെ ജീവിതത്തിൽ ആ സൗന്ദര്യം ഉള്ളതുകൊണ്ടാണ് അവരായിരിക്കുന്ന ഇടങ്ങളിൽ അവരെ സൃഷ്ടിക്കുന്ന കലാകാരന്മാർ അവർക്ക് ആ സൗന്ദര്യം കൊടുക്കുന്നത്. അതുകൊണ്ട് തിരുകുടുംബം നമ്മുടെ സ്വന്തമാണ്. ലോകത്തെ ഏറ്റവും ഈ ആത്മസൗഹൃദം നൽകുന്നൊരു വാക്ക് അത് എൻ്റേതാണ് എന്ന് പറയുമ്പോഴാണ്. എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കൾ എന്ന് പറയുന്നതാണ്. എന്ന് പറയുന്ന പോലെ ഇവരെല്ലാവരും ഈ ഇടവക്കാർ മാത്രമല്ല, ഈ നഴ്സിംഗ് സ്കൂളിലോ ഇവിടെ മെഡിക്കൽ കോളേജിലൊക്കെ പഠിക്കുന്നവർ പോലും വന്നിട്ട് എൻ്റെ തിരുക്കുടുംബം എന്ന് പറയാൻ മാത്രം അവർ പ്രാർത്ഥിക്കുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഒത്തിരി നേരം ഈ തിരുക്കുടുംബത്തിന് മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പണ്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, പകൽ സമയങ്ങളിൽ സാധാരണ പള്ളികൾ അടച്ചിടാറാണ് പതിവ് അല്ലേ? പക്ഷേ ഈ ദേവാലയം ഒരിക്കലും അടച്ചിടാറില്ല പകൽ സമയങ്ങളിൽ. എന്ന് മാത്രമല്ല, എല്ലാ നേരത്തും ഈ പള്ളിക്കുള്ളിൽ ആ രൂപത്തിൻ്റെ ഫ്രണ്ടിൽ ഒരാളുണ്ടായിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയത്തില്ല, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ ആയിരുന്ന സമയത്ത് എല്ലാ നേരങ്ങളിലും പകൽ സമയത്ത് രൂപത്തിൻ്റെ ഫ്രണ്ടിൽ ഒരാളുണ്ടാവും, ആരെങ്കിലും. അത് അവർ തന്നെ കൊണ്ടുവരുന്നതാണ് അവർ പ്രാർത്ഥിപ്പിക്കാൻ. നമ്മൾ പറയാറില്ല, ഈശോയെ വെറുതെ വെച്ചിട്ട് ഇറങ്ങിപ്പോരെന്ന് പറയുന്ന പോലെ. അതുകൊണ്ട് ഈ തിരുക്കുടുംബത്തിന് ഈ ഇടവകയോടും ഈ പ്രദേശത്തോടും ഒത്തിരി കരുണ കാണിക്കാറുണ്ട്. തിരുക്കുടുംബം ഈ ഇടവകയോടും ഈ പ്രദേശത്തോടും ഒത്തിരി കരുണ കാണിക്കാറുണ്ട്. ആ കരുണ എങ്ങനെയെന്ന് നമ്മൾ അനുഭവിക്കണം. നമ്മൾ അനുഭവിക്കണമെങ്കിൽ നമ്മൾ ഈ ബുദ്ധി കൊണ്ട് അതിനെ ചിന്തിക്കണം. ഹൃദയം കൊണ്ട് അതിനെ ചിന്തിച്ചാൽ അത് മനസ്സിലാകും. ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാകും. കാരണം നമ്മൾ എങ്ങനെയാണ് ബുദ്ധി കൊണ്ട് ഹൃദയം കൊണ്ട് വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്നത്? ഈ 100 ആടുകളുടെ ഉപമ. 100 ആടുകളുടെ ഉപമ എന്താണ്? 100 ആടുണ്ടായിരിക്കും, ഒരാട് കാണാൻ പോകുന്നു, ഇടയൻ തേടി പോകുന്നല്ലേ? അപ്പോൾ ഇങ്ങനെ പള്ളിയിൽ അച്ഛൻ പ്രസംഗിക്കുകയാണ്, 100 ആടുകൾ ഉണ്ടായിരിക്കുന്നു, 100 ആടുകളിൽ ഒരു ആടിനെ നഷ്ടപ്പെട്ടു. അപ്പോൾ ആ ഒരു ആടിനെ തേടി ഇടയൻ പോയി. അപ്പോൾ അച്ഛൻ ചോദിക്കുകയാണ്, എന്തിനായിരിക്കും ആ ആടിനെ തേടി ഇടയൻ പോയത്? ഫ്രണ്ടിൽ ഇരുന്ന് വളരെ സ്നേഹമുള്ളൊരു കുച്ച എഴുതിട്ട് പറഞ്ഞു, അച്ഛാ, ഒരാടിനെ തേടി ഇടയൻ പോയിട്ടുണ്ടെങ്കിൽ ആ ആട് കറവയുള്ള ആടായിരിക്കും.
അപ്പം കൊച്ചിൻ്റെ ബുദ്ധി അതാണ്. കൊച്ചു ബുദ്ധിപരമായി ചിന്തിച്ചതാണ്. കാരണം ശരിക്കും വരേണ്ട ഉത്തരം എന്താണ്? സ്നേഹനിധിയായ ഇടയൻ, അല്ലേ? ആടുകളെ തേടിപ്പോകുന്ന ഇടയൻ, നഷ്ടപ്പെട്ട ആടിന്, അതാണ് വരേണ്ട ഉത്തരം. പക്ഷെ കൊച്ചു ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നതുകൊണ്ട് കൊച്ചു ചിന്തിക്കണം, ആടെങ്ങാനും ഇല്ലെങ്കിൽ നാളെ എങ്ങനെ ഇടയൻ പാല് കൊടുക്കും, പാല് കറക്കണം, വീട്ടിൽ കൊണ്ട് പാല് കൊടുക്കണം, പിന്നെ അത് പിന്നെ പ്രശ്നവും. ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ നമുക്കതാണ്. പക്ഷെ ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാവും, അവൻ ഒറ്റപ്പെടാതെ എല്ലാവരും തൻ്റെ സ്വർഗത്തിലുണ്ടായിരിക്കണമെന്ന് കരുതിയ സ്നേഹനിധിയായ ഇടയനായതുകൊണ്ടാണ്, ഒന്നിനെ നഷ്ടപ്പെടരുതെന്ന് കരുതിയുകൊണ്ടാണ് ഇടയൻ തേടിപ്പോയത്. നമ്മൾ ഈ തിരുനാളിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ ആദ്യമായി നിങ്ങളോട് ഉറപ്പെടുത്താറുള്ളത്, ഈ തിരുനാളിനെ നിങ്ങൾ ബുദ്ധി കൊണ്ട് അളക്കരുത്, ഹൃദയം കൊണ്ട് ഈ തിരുനാളിനെ കാണാൻ ശ്രമിക്കണം. ബുദ്ധി കൊണ്ട് അളക്കുമ്പോൾ നമ്മൾ ചോദിക്കും, ഞാൻ എത്ര വർഷമായിട്ട് തിരുനാളിന് വരുന്നത്, എത്ര നൊവേന ചെല്ലിച്ച്, ഞാൻ കഴിഞ്ഞ വർഷം പ്രസിദ്ധന്തിയാണ്, ഇത്തവണ ഞാൻ പ്രസിദ്ധന്തിയാണോ നോക്കിയിരിക്കുക, എത്ര പ്രസിദ്ധന്തിയുടെ കാശ് കൊടുത്ത് ഈ പുള്ളിക്കാരൻ എനിക്ക് വല്ലതും തന്നോ, അല്ലേ? ഈ തിരുമുഖ എനിക്ക് എന്നാ തന്നു കഴിഞ്ഞ വർഷം, കണ്ണീരല്ലാതെ ഒന്നും തന്നില്ല. ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നവർക്ക് തിരിച്ച് പിറുപിറുക്കേണ്ടി വരും, തിരിച്ച് ചോദ്യം ചോദിക്കേണ്ടി വരും. ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നവർക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ ബുദ്ധി കൊണ്ട് നിങ്ങളതിനെ കാണും. ഈ ഈശോയെ ഏറ്റവും കൂടുതൽ ഈശോ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച് ഞങ്ങളെയാണെന്ന് കരുതിയിരുന്ന മറിയം, മർത്ത, അവർ പറയുന്നുണ്ട്, ഞങ്ങളെയാണ് അവൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത്, എന്നിട്ട് ഞങ്ങളുടെ സഹോദരൻ മരിച്ചപ്പോൾ അവൻ വന്നില്ല. ഞങ്ങൾ കുറെ ചോദിച്ചു, ഞങ്ങൾ ശിഷ്യന്മാരെ വിട്ടു, എന്നിട്ട് അവൻ വന്നില്ല. എന്നിട്ട് ആ മരിച്ചു കഴിഞ്ഞപ്പോഴാണ് അവൻ വന്നത്. ഈശോ പറയും, നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് ഞാൻ വരാൻ കാത്തിരുന്നു, ഞാൻ മരിച്ചു കഴിഞ്ഞിട്ടാണ് വന്നത്. ശരിക്കും എന്താണ് സംഭവിച്ചത്? മരിക്കുന്നതിന് മുമ്പാണ് ഈശോ വന്നിരുന്നെങ്കിൽ ഈശോ ആരെ ആണ് രക്ഷിക്കുന്നത്? രോഗിയായ ഒരു ലാസറിനെയാണ് രക്ഷിക്കുന്നത്. മരിച്ച ശേഷം വന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? മരിച്ചുപോയ ഒരാളെ ഈശോ ഉയർപ്പിക്കുകയാണ് ചെയ്തത്. രണ്ടും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്, അല്ലേ? രോഗിയായ ഒരാളെ ഉയർപ്പിക്കുന്നതും മരിച്ചുപോയ ഒരാളെ ഉയർപ്പിക്കുന്നതും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. അപ്പം ഈ ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാകും, ദൈവത്തിന് എല്ലാത്തിലും ഒരു കയ്യൊപ്പുണ്ട്. ദൈവത്തിന് എല്ലാത്തിനും ഒരു കയ്യൊപ്പുണ്ട്. നിങ്ങൾ വെറുതെ കടന്ന് വാശി പിടിക്കരുത്. നമ്മൾ വെറുതെ കടന്ന് വാശി പിടിക്കാം. നമ്മൾ ഈ വന്നിട്ട് കുർബാനയ്ക്ക് വന്നിട്ട് നമ്മുടെ കുർബാനയുടെ എണ്ണം പറയുന്നു, നമ്മൾ പോയ കൂട്ടായ്മകളുടെ എണ്ണം പറയും, ഞാനിവിടെ എടുത്ത സ്ഥാനത്തിൻ്റെ എണ്ണം പറയും, ഞാനിവിടെ കൊടുത്ത നിയോഗങ്ങളുടെയും നൊവേനകളുടെ ഒക്കെ എണ്ണം പറയുകയാണ്. നമ്മൾ എണ്ണം പറയുന്നത് എന്തുകൊണ്ടാണ്? ഈ കണക്ക് പറയുന്നത് എന്തുകൊണ്ടാണ്? ബുദ്ധിയുള്ളതുകൊണ്ടാണ് കണക്ക് പറയുന്നത്. കണക്കും കടവൊന്നും കർത്താവിന് ആവശ്യമില്ല. കർത്താവിന് ഒരു സമയമുണ്ട്. ഹൃദയം കൊണ്ട് ആദ്യമായി നമ്മൾ നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത്, ഹൃദയം കൊണ്ട് ഈ തിരുനാളിനെ കാണണം. ഒത്തിരി ആനന്ദം ഉണ്ടാകും, ഒത്തിരി ഹൃദയ സമാധാനം ഉണ്ടാകും, ഒത്തിരി കരുണ നമ്മുടെ ഉള്ളിലേക്ക് ദൈവം ആഗ്രഹിക്കുന്ന സമയത്ത് വരുന്നതായിട്ട് നമുക്ക് വിചാരിക്കും. രണ്ടാമതായിട്ട് ഈ തിരുക്കുടുംബത്തെ പറ്റി ചിന്തിക്കുമ്പോൾ, തിരുക്കുടുംബക്കാരുടെ ഒത്തിരി നന്മകൾ നമ്മൾ കുറേ കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ഈ പെരുന്നാളിന് പോയി കഴിയുമ്പോൾ ഈശോയെ നഷ്ടപ്പെടും, അല്ലേ? എത്രാം വയസ്സിലാണ്? 12-ാം വയസ്സിൽ നഷ്ടപ്പെടും. എന്നിട്ട് മാതാവ് ഔസപിതാവ് ആൾക്കൂട്ടത്തിലൂടെ പോകും. തിരിച്ചു വന്നിട്ട് ഉണ്ണി അന്വേഷിച്ച് ദേവാലയത്തിൽ കണ്ടെത്തും, അല്ലേ? അങ്ങനെയല്ലേ? ഞാൻ പറഞ്ഞത് ശരിയാണ്, അല്ലേ? ദേവാലയത്തിൽ കണ്ടെത്തും. അപ്പോൾ മാതാവിന് ഔസപിതാവിനും മനസ്സിലായി ഉണ്ണീഷ് എവിടെ ഉണ്ടായിരുന്നു? ദേവാലയത്തിലുണ്ടായിരുന്നു. മനസ്സിലായ ശേഷം ഒരു ചോദ്യം ചോദിക്കും. എന്താണ് ചോദിക്കുന്നത്? കുഞ്ഞെ, നീ എവിടെയായിരുന്നു? അത് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ശരിക്കും ചോദിക്കണ്ടേ അച്ഛാ? നീ എന്നാണ് ചോദിക്കുന്നത്? ശരിക്കും ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ? കാരണം ദേവാലയത്തിലാണെന്ന് കണ്ടെത്തി കഴിഞ്ഞു. മാതാവ് ചോദിക്കുകയാണ്, നീ എവിടെയായിരുന്നു? നിങ്ങൾ മാതാപിതാക്കളോട് പറയാനുള്ളതാണ്, നിങ്ങൾ മക്കളോട് ചോദിക്കേണ്ട ചോദ്യമാണ്. മക്കളെ, നിങ്ങൾ എവിടെയാണ്? ഇന്നത്തെ മാതാപിതാക്കൾ പേടിയാണ് മക്കളോട് ചോദിക്കാൻ. ഈ പിള്ളേർ ഈ മൊബൈലൊക്കെ പിടിച്ച് പുതിയ AI ടൂളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ലോകത്ത് കയറിയിരിക്കുകയാണ്. അപ്പം അമ്മ വിളിക്കും, വാടാ ഭക്ഷണം കഴിക്കാം. അപ്പോൾ പറയും, അമ്മയുടെ പാട്ടിന് പോകും. മക്കൾ പറയും, അമ്മയുടെ പാട്ടിന് പോകും. ഞാൻ വേറെ ലോകത്താണ്, അമ്മ വേറെ ലോകത്തല്ലേ, ഞാൻ വേറെ ലോകത്താണ്, അമ്മ എന്തിനാണ് എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നത്? അങ്ങനെ ചോദിക്കുന്നൊരു കാലഘട്ടമാണ്. ഈ പരസ്പരമുള്ള ആശ്രയത്വം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തോടും ദേവാലയത്തോടും ദൈവികമായ പ്രാർത്ഥനകളോടും ജീവിതത്തിൻ്റെ മൂല്യങ്ങളോടും മാതാപിതാക്കളോട് പോലുമുള്ള ആശ്രയത്വങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അപ്പം അമ്മയെ കൊന്ന മകനോട് ചോദിച്ചു, നീ എന്തിനാണ് അമ്മയെ കൊന്നത്? അമ്മ എന്നെ ജനിപ്പിച്ചതിൻ്റെ സമ്മാനമാണ്,
ഞാൻ അമ്മയെ കൊന്നത്. നിങ്ങൾ മാധ്യമങ്ങളിൽ വായിച്ചതാണ്, മകൻ്റെ സെൻറ്റൻസാണ്. എല്ലാവരും അവരുടെ ലോകത്താണ്. അപ്പം ഈ കുഞ്ഞുനാൾ തൊട്ട് ഈ അമ്മ ആ മകനോട് നീ എന്തെടുക്കുകയായിരുന്നു, നീ എവിടെയായിരുന്നു എന്ന് ചോദിക്കാനുള്ള ധൈര്യം കാണിച്ചിരുന്നെങ്കിൽ അവൻ ചിലപ്പോൾ ഒരു പക്ഷേ ഏതെങ്കിലും ഒരു സമയത്ത് അവൻ ജീവിതത്തിൽ യുട്ടേൺ എടുത്ത് അവൻ്റെ നന്മ സ്വഭാവത്തിലേക്ക് വന്നിരുന്നു. അതുകൊണ്ട് മാതാവിൻ്റെയും ഔസപിതാവിൻ്റെ ആ ചോദ്യം എല്ലാ മാതാപിതാക്കളുടെ ഉള്ളിലുണ്ടായിരിക്കും. നിങ്ങളുടെ മക്കളോട് ചോദിക്കണം, നിങ്ങൾ എവിടെയാണ്, നീ എന്തെടുക്കുകയാണ്. നിങ്ങൾ ധ്യാനിക്കേണ്ട കാര്യം തന്നെയാണ്. അത് വർഷങ്ങൾക്ക് മുമ്പേ മാതാവ് ഉണ്ണീശോട് ചോദിച്ച ചോദ്യമാണ്. അതുകൊണ്ടാണ് അവൻ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ 30 കൊല്ലം വളർന്നത് അമ്മ ആ ചോദ്യം ചോദിക്കുന്നുകൊണ്ടാണ്. കുഞ്ഞെ നീ എവിടെയാണ്, കുഞ്ഞെ നീ എവിടെയാണ്. എല്ലാ മാതാപിതാക്കൾക്കും നിങ്ങളുടെ മക്കളോട് ആ ചോദ്യം ചോദിക്കാനുള്ള ധൈര്യം ഉണ്ടാവണം. പുതിയ കാലഘട്ടത്തിൽ ആ ധൈര്യം ചോർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ധൈര്യമില്ലാത്ത മാതാപിതാക്കൾക്ക് വേണ്ടി ധൈര്യമുള്ളവർ പ്രാർത്ഥിക്കുകയും വേണം. എൻ്റെ അപ്പുറത്ത് വീട്ടിലെ തെരേസ്യാമ്മ ചേച്ചിക്ക് മക്കളോട് അത് ചോദിക്കാനുള്ള ധൈര്യമില്ല, ആ അമ്മയ്ക്ക് ധൈര്യം കൊടുക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം. സ്നേഹമുള്ളവരെ, ഒന്നാമതായിട്ട് ഹൃദയം കൊണ്ട് ഈ തിരുനാളിനെ കാണാൻ പഠിക്കണം. രണ്ടാമതായിട്ട് നിങ്ങളുടെ മക്കളോട് ധൈര്യപൂർവ്വം നിങ്ങൾ എവിടെയാണെന്ന് ചോദിക്കാറുള്ള കൃപയുണ്ടാവണം. ഈ തിരുനാൾ നമുക്ക് കൃപയും നന്മയും ചൊരിയട്ടെ. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.